ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ കാര്യം തന്നെ ഞാൻ ചോദിക്കട്ടെ. 9 കൊല്ലായി ഈ നിലമ്പൂരിലൂടെ പോകുന്ന മാധ്യമപ്രവർത്തകരല്ലേ, അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും 24 മണിക്കൂർ എന്ന നിലക്ക് ആ റോഡ് ബ്ലോക്കാണ്. ആ ഗതാഗതക്കൂർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യാടൻ മുഹമ്മദ് ഇവിടെ മന്ത്രിയായപ്പോ, ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായപ്പോ, ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയായപ്പോ അവിടെ ബൈപ്പാസ് കൊണ്ടുവന്നത്. 9 കൊല്ലായിട്ട് ആ ബൈപ്പാസ് പൂർത്തിയാക്കാൻ ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ? ഞങ്ങൾ ചോദിക്കാണ്. പ്രിയങ്കരനായ അബ്ദുറബ്ബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ കൊണ്ടുവന്ന ഗവൺമെന്റ് കോളേജ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി. കുട്ടികൾ പറയാണ് ക്ലാസ് മുറിയിൽ പാമ്പാണ്, ഇരിക്കാൻ കഴിയുന്നില്ല. സ്വന്തമായി ഒരു ഗവൺമെന്റ് കോളേജിന് കെട്ടിടം ഉണ്ടാക്കാൻ 9 കൊല്ലമായി ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിഞ്ഞോ? ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ വികസനം പറയണം എന്നല്ലേ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കട്ടെ, ആ നിലമ്പൂരങ്ങാടിയിലെ KSRTC ടെർമിനൽ ഒരു പെയിന്റ് അടിക്കാൻ ഈ നാട് ഭരിക്കുന്നവർക്ക് കഴിഞ്ഞു? 9 കൊല്ലായി നിങ്ങൾ എന്ത് വികസനം കൊണ്ടുവന്നത്? ഒരു വികസനം കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറയില്ല ശ്രദ്ധിക്കണം. ഒന്നും കൊണ്ടുവന്നില്ല നമ്മൾ ഈ ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ ആകെയുള്ള ബാർ 27ആണ്. ഇപ്പൊ 917 ബാറായിട്ടുണ്ട്. ബാറുകളിൽ നല്ല വികസനം. പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇതാണല്ലോ ഇപ്പൊ കേരളത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, സപ്ലൈക്കോയില്ല, അരിയില്ല, ഇതൊക്കെ പറഞ്ഞു. അത്യാവശ്യമായിട്ട് ഇപ്പൊ കേരളത്തിന് വേണ്ടത് മദ്യ ഫാക്ടറിയാണ്. ഈ ഗവൺമെന്റ് വന്നപ്പോ ഇത്രയേറെ ലഹരിയുടെ ഒഴുക്ക് കേരളം മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മളൊന്നും കേൾക്കാത്ത കുറെ സാധനത്തിന്റെ പേരാണ് ഇപ്പൊ കേൾക്കുന്നത്. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ കിട്ടിയൊരു ഗുണമാണ്. MDMA എന്തോ ബിരുദം എന്നാണ് തോന്നുന്നു കേൾക്കുമ്പോ. LSD, കഞ്ചാവൊക്കെ മാറി ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവ്, ഹൈബ്രിഡ് കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പറക്കലൊക്കെ കാർ ഹൈബ്രിഡ് കാർ അല്ലെ, ഹൈബ്രിഡ് കഞ്ചാവ്. ഉണ്ട് ഈ MDMA എന്നൊക്കെ നമ്മൾ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങി. ഞാനൊരു 5-6 കൊല്ലം മുമ്പ് ഒരു സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ പോയി. അപ്പൊ പൂജപ്പുര ജയിലിലേക്കാണ്. അപ്പൊ ഞങ്ങൾ ആളുകളൊക്കെ ജയിലിലേക്ക് ഇങ്ങനെ സെല്ലിലേക്ക് ആക്കുമല്ലോ. സെല്ലിലേക്ക് ആക്കിയപ്പോ ആദ്യം സെല്ലിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മോട് ചോദിക്കും, ജയിലിൽ പോയ സ്ഥിതിക്കൊക്കെ അറിയാലോ, എന്താ നിങ്ങളെ കേസ് എന്ന് ചോദിച്ചു. എന്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു ലീഗിന്റെ കേസാണ്. ഇവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കേസ് എന്താണ്? അപ്പൊ അയാൾ പറഞ്ഞു MDMA കേസാണ്. ഇവൻ എന്നോട് ചോദിക്കും അതേതാ പാർട്ടി? ഓൻ അന്ന് ആദ്യം ജയിച്ചില്ല. ഞാൻ പറഞ്ഞു മഞ്ചേശ്വരത്തെ ഒരു പാർട്ടിയാണ്. ഈ സാധനങ്ങൾ പണ്ട് നമ്മൾ കിട്ടുന്നില്ല. എന്റെ നാട്ടിൽ ഒരു ഉമ്മ, ഞാൻ പലയിടത്തും പറയുന്നതാണ്, ഒരു ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോന്റെ മേശവലിപ്പ് തുടങ്ങുമ്പോ കഞ്ചാവിന്റെ പൊതി. ഞാൻ അവനോട് ചോദിച്ചത് എവിടുന്ന് കിട്ടിയാണ്? അവൻ എന്നെ തല്ലാൻ വരിക, നിങ്ങൾ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉപയോഗിക്കാൻ പാടില്ല, അത് ശരീരത്തിന് കേടാണ്, ആരോഗ്യം ക്ഷീണിച്ചു പോകും, ഇത് വിശ്വാസപരമായി നമുക്ക് തെറ്റാണ്. എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അവനെ ഉപദേശിച്ചു. എന്റെ ഉപദേശത്തെ കേട്ടിട്ട് അവസാനം അവൻ എന്നോട് പറയാണ് ഫിറോസ്ക അങ്ങോട്ട് പറഞ്ഞൊക്കെ ഞാൻ കേട്ടു, ഇനി ഞാൻ പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടു, നിങ്ങളതൊന്ന് ഉപയോഗിച്ചു നോക്കി. നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ ചിന്തൊക്കെ വേറെ ലെവലിലായിരിക്കും. പ്രസംഗമൊക്കെ പിന്നെ നിൽക്കാതെ വരുന്നു. ഒരു അരമണിക്കൂർ ക്ലാസ് അവൻ എനിക്ക് ഇങ്ങോട്ട്. സാറേ ഞാൻ തന്നെ കൺഫ്യൂഷനായി. ഞാൻ വിചാരിക്കുക ഇമാതിരി ക്ലാസ്സാണ് ഇവൻ എനിക്ക് എടുക്കുന്നതെങ്കിൽ നാട്ടുകാർക്ക് ഇമാതിരി ക്ലാസ് എനിക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ ലഹരി മാഫിയെ പിടികൂടാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നുണ്ടോ? ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നില്ലേ? ഇന്നലെ വഴിക്കടവിൽ വെച്ച് CPI ലോക്കൽ സെക്രട്ടറി നേതൃത്വത്തിൽ മദ്യനിരോധന സമിതിയെ ആക്രമിച്ചു. പോലെ യാത്ര പോവാണ്. ഒരിക്കലും അതൊന്നും കേൾക്കാൻ വയ്യ. മദ്യനിരോധന സമിതിയുടെ വാഹനം പോകുന്നവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഇവിടെ ആന്റി നാർക്കോട്ടിക് സെല്ലുണ്ട്, എക്സൈസ് ഉണ്ട്, പോലീസ് ഉണ്ട്. ഏതെങ്കിലും മദ്യമാഫിയെ, ലഹരി മാഫിയെ, ഈ കഞ്ചാവ് ലോബിയെ, ഈ മയക്കുമരുന്ന് സംഘത്തെ നമ്മുടെ നാട്ടിലെ ഈ സംഘം പിടികൂടുന്നുണ്ടോ? ഒരു കുടുംബത്തിൽ 5 പേരെ കുത്തിക്കൊന്ന വാർത്ത നമ്മൾ കേട്ടില്ലേ? ആ വാർത്ത കേട്ടപ്പോ പോലീസ് ഈ പ്രതിയെ പരിശോധിച്ചു. പ്രതിയെ പരിശോധിച്ചപ്പോ പോലീസ് പറയാണ് അയാൾ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, മദ്യപിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മദ്യമൊന്നും ലഹരി എല്ലാവർക്ക്. പോലീസ് തന്നെ പറയാണ്. DYFIയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ട് രാസലഹരിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഈ സാധനം MDMA, LSD ഇതൊക്കെയാണ് ഇവർക്ക് ലഹരി. മറ്റത് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ ആയുർവേദമാണ്. അങ്ങനെ ലഹരിയെ ലെജിറ്റിമൈസ് ചെയ്യുന്ന പാർട്ടി ഭരണകൂടം ഈ നാട് ഭരിക്കുമ്പോൾ പ്രതിഷേധിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഈ ഭരണകൂടത്തെ താഴെ ഇറക്കണ്ടേ?
ഈ നാട്ടിലെ സകല സാധനങ്ങൾക്കും വില കൂട്ടിയ ഒരു സർക്കാരിലെ സപ്ലൈകോ സ്റ്റോറിൽ നിങ്ങൾ പോയി നോക്കുക. എന്റെ നാട്ടിൽ കോഴിക്കോട്ട് പാളയത്ത് ഒരു സപ്ലൈകോ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ സബ്സിഡി ഒരു സാധനവും ഇല്ല. അദ്ദേഹം ബോർഡ് വെച്ചു, അരി ഇല്ല, പഞ്ചസാര ഇല്ല, ചായപ്പൊടി ഇല്ല, ചെറുപയർ ഇല്ല, വെളിച്ചെണ്ണ ഇല്ല. ഈ ബോർഡ് മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോ അയാളെ സസ്പെൻഡ് ചെയ്തപ്പോൾ അയാൾ നിരുപാധികം മാപ്പ് എഴുതി കൊടുത്തു. മാപ്പ് എഴുതി കൊടുത്തപ്പോൾ അയാളോട് പറഞ്ഞു പറ്റില്ല, ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ബോർഡ് മാറ്റി അയാൾ അരി ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, പഞ്ചസാര ഉണ്ട്, ചെറുപയറുണ്ട്, ബോർഡൊക്കെ മാറ്റി. ഈ ബോർഡ് കണ്ടപ്പോൾ ആളുകൾ സാധനം വാങ്ങാൻ വേണ്ടി വന്നു. അരി ഉണ്ടോന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു അരി ഇല്ല, പഞ്ചസാര ഇല്ല, ചായപ്പൊടി ഇല്ല, വെളിച്ചെണ്ണ ഇല്ല. ബോർഡിലുണ്ട്, കടയിലില്ല. അതെന്താ ബോർഡിൽ വെച്ചത്? ബോർഡിൽ വെച്ചില്ലെങ്കിൽ എന്റെ പണി ഉണ്ടാവില്ല. ഇതല്ലേ സപ്ലൈകോ സ്റ്റോറിന്റെ അവസ്ഥ? ഇവിടെ സിദ്ദീഖ പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിൽ എന്താ ചെയ്തത്? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. സിദ്ദീഖ അവിടെ പറഞ്ഞ വാണിയമ്പുഴയിൽ ഞാൻ പോയി. ആ ചാലിയാർപ്പുഴ കടക്കുമ്പോ എന്നോട് അവർ പറഞ്ഞു ചങ്ങാടത്തിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഒരു പാലുണ്ടായിരുന്നു. 6 കൊല്ലമായിട്ട് ഒരു പാലുണ്ടാക്കാൻ ഒരു കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചങ്ങാടത്ത് പോകുമ്പോൾ ചങ്ങാടം തുഴയുന്ന ആള് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ പുഴയുടെ ഒഴുക്ക് കൂടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും പോകണം. ഇവിടെ CH ഇക്ബാലുണ്ട്, അദ്ദേഹത്തിന്റെ നാടാണ് കൊത്തുകല്ല്. ഞങ്ങൾ ആ പുഴ കടന്ന് മുറിച്ച അപ്പുറത്ത് ചാലിയാർ പുഴ കടന്ന് അങ്ങോട്ടേക്ക് പോയപ്പോ അവിടെ എത്തിയപ്പോ അവിടെ 600-ലധികം ആദിവാസികൾ. ആ പാവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു മഴ പെരുത്താൽ, മഴ കനത്താൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. ഈ ചങ്ങാടത്തിൽ കുട്ടികളെ എങ്ങനെ ഞങ്ങൾ പറഞ്ഞേക്കും? ഞങ്ങൾ താമസിക്കുന്നത് കണ്ട് ഈ ടാർപോളിൻ ഷീറ്റിനടിയിൽ നിങ്ങൾക്ക് വിശ്വാസം വരും? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ടാർപോളിൻ ഷീറ്റിനടിയിൽ കഴിയുന്നവർ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. 6 കൊല്ലമായി പുഴയിൽ ഒഴുകിപ്പോയ അവരുടെ വീടുകൾ ഒരു വീട് വെച്ചു കൊടുത്തില്ല ഈ നാട് ഭരിക്കുന്ന സർക്കാർ. എന്നിട്ട് ഏറുമാറ കാണിച്ചു തന്ന ഒരാള് എന്ന് പറഞ്ഞു ആന വരും. ആന വരുമ്പോ ഞങ്ങൾ ഈ ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് ആ മരത്തിന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെടും. നേരം വെളുക്കുമ്പോഴും അവിടെ ഉറങ്ങാതെ ഞങ്ങൾ കാവലിരിക്കും. ഒരുപക്ഷെ ഞങ്ങളുടെ ടാർപോളിൻ ഷീറ്റുകൾ ചിലപ്പോ നേരം വെളുക്കുമ്പോഴേക്ക് ആന ചവിട്ടിക്കൂട്ടിയിട്ടുണ്ടാകും. ഞങ്ങൾ പിന്നെയും പണിതുയർത്തും. എത്ര കോടി രൂപയാണ് മലയാളി കൊടുത്തത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്? ഈ മുണ്ടക്കയും ചൂരൽമലയും മനുഷ്യരുടെ പ്രയാസങ്ങൾ ശ്രദ്ധിക്കാം. എത്ര മാസമാണ് അവിടെ കഠിനാധ്വാനം ചെയ്തത്? ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ പുഴയുടെ ഒഴുകി വന്ന ഈ ചാലിയാർ നിലമ്പൂരുകാർക്ക് അത് മറക്കാൻ കഴിയില്ല. സത്യമാണ് ശ്രദ്ധിക്ക പറഞ്ഞത്. ആ വാണിയമ്പുഴയിൽ ഒരു മനുഷ്യൻ പറഞ്ഞു എന്റെ ദേഹത്തേക്ക് ഒരു കുട്ടിയുടെ കൈ വന്ന് തട്ടി. ഞാൻ പുഴയിൽ മുങ്ങി നിവർന്നപ്പോ എന്റെ ദേഹത്തേക്ക് കൈ വന്ന് തട്ടി. ഞാൻ പേടിച്ചു പോയി. ഒരാഴ്ച എനിക്ക് പനിച്ചു കുറച്ചു. കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ഞാൻ ആ നിലമ്പൂർ ആശുപത്രിയിൽ പോയാലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇസ്മായിൽ മുത്തടന്ത അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരു ടേബിളിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ, മൃതദേഹം എന്ന് പറയാൻ കഴിയില്ല, കൈ കാല് അറ്റുപോയ തല ഉടല് ഇങ്ങനെ ഒരു മേശയിൽ നിരത്തി വെച്ചിരിക്കണം. തുണി പോലും ഉണ്ടായിരുന്നില്ല അതിന്റെ മുകളിൽ. ഞാനൊരു നോക്കിയുള്ളൂ. ഞാൻ എന്റെ കണ്ണ് പിൻവലിച്ച് അവിടെ ഓടുകയുള്ളൂ. ഇതുപോലെ ഒരു ദൃശ്യം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ ദൃശ്യം കണ്ട മലയാളിയോട് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ ജീവൻ ബാക്കിയായവരുണ്ട്, അവർക്ക് വീട് വെച്ചു കൊടുക്കണം, അവർക്ക് തൊഴിലിനുള്ള സംവിധാനം ഉണ്ടാക്കണം, നിങ്ങൾ പണം തരണമെന്ന് പറഞ്ഞു. 763 കോടി രൂപ മനുഷ്യ സ്നേഹികൾ മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, ഒരു വീട് അടുത്ത ജൂലൈ 30 ഒരു കൊല്ലമാവാൻ പോവാണ്. അവർക്ക് വാടക പോലും കിട്ടാതെ അവർ സമരം ചെയ്തില്ലേ കഴിഞ്ഞ ദിവസം? മരുന്ന് കിട്ടാതെ, ചികിത്സ കിട്ടാതെ അവർ പ്രയാസപ്പെട്ടതിനെ കുറിച്ച് ഇവിടെ MLA സിദ്ദീഖ പറഞ്ഞില്ലേ? ഇതിന്റെ ഈ ശാപക്കം നോക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാണ് കളയാ? ഈ മനുഷ്യരുടെ കണ്ണീരിന് കൂടി ഈ വരുന്ന 19-ാം തീയതി ഈ നാട് പകരം ചോദിക്കുമെന്നാണ് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഷാഫിയെ വളരെ മോശമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അപമാനിച്ചതിനെ കുറിച്ച് നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടു. അപമാനിച്ചു. പരിശോധനക്കൊന്നും ആരും എതിരല്ല. MP ആണെങ്കിലും MLA ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും വാഹനം തടയണം, പരിശോധിക്കണം. പക്ഷെ ഷാഫി ഇൻസൾട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു. ഡിക്ക് അദ്ദേഹത്തോട് നേരിട്ട് വന്ന് തുറക്കാൻ പറഞ്ഞു. പെട്ടി മുഴുവൻ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞു. ആ പെട്ടി തുറക്കാൻ പറഞ്ഞു. ഒരാൾ അപമാനിക്കുകയാണ് ആൾക്കൂട്ടത്തിൽ, കള്ളനാക്കാൻ വേണ്ടി നോക്കുക. ഇത് പാലക്കാട് വരെ ചെയ്തതാണ്. ഞാൻ ഇന്ന് വരെ ഷാഫി പറമ്പിൽ ദേഷ്യം പിടിക്കുന്നത് കണ്ടിട്ടില്ല. ആ ഷാഫി പറമ്പിൽ പോലും കുറച്ച് ക്ഷുഭിതനായി സംസാരിച്ചു. കാരണം അത്രയേറെ ഇൻസൾട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടതാണ്. പക്ഷെ അദ്ദേഹം എവിടെ പരാതി ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് മാധ്യമങ്ങളിൽ അത് വാർത്തയായപ്പോൾ പ്രതികരിച്ചു എന്ന് മാത്രം. ഞങ്ങൾ ആരും അത് ആരോടും ഒരു മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞില്ല. ഷാഫി പറമ്പിൽ MP-യെ അപമാനിച്ചത് ഞങ്ങൾ പുറത്തും UDF പുറത്തും. രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെ മോശമായി സംസാരിച്ച പോലീസുകാരോടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും UDF കൊടുക്കും. ഞങ്ങൾക്ക് പരാതിയില്ല, പരിഭവം. ഒറ്റ കാര്യമാണ്, ഈ മലപ്പുറം ജില്ലയെ അവഹേളിച്ചു. ഈ നാട്ടിൽ ഭീകരവാദികളും തീവ്രവാദികളുമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കരിപ്പൂരിലേക്ക് സ്വർണം കൊണ്ടുവരുന്നത്, ഹവാല പണം
വരുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിനെ അപമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ നാട് പൊറുക്കില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ 4 ലക്ഷം വോട്ടിനാണ് പ്രിയങ്കയെ ഈ നാട് ജയിപ്പിച്ചത്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടതാണ്. അതിനുള്ളൊരു റിവാർഡാണ് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം കൊടുത്തത്. നിലമ്പൂർ 60,000-ലധികം ഭൂരിപക്ഷമാണ്, 65,000-ലധികം ഭൂരിപക്ഷമാണ് ഈ മണ്ഡലം കൊടുത്തത്. എന്താണ് ഈ നിലമ്പൂരിന്റെ ചുമതലയുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പറഞ്ഞത്? ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ്, അല്ലെ, വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. 4 ലക്ഷം വോട്ട് തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ്. എന്തെല്ലാം ക്ഷമിച്ചാലും എന്തെല്ലാം പുറത്താലും പ്രിയപ്പെട്ട വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ, CPM പാർട്ടി, ഇടതുപക്ഷ മുന്നണി, നിങ്ങൾ ആലോചിച്ചോ? ആ പ്രസ്താവനയോട് ഈ നാട് പൊറുക്കില്ല, ഈ നിലമ്പൂർ പൊറുക്കില്ല, ഈ മലപ്പുറം പൊറുക്കില്ല. എന്തെല്ലാം അവസരം കിട്ടുമ്പോഴും, നിങ്ങൾ എപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴും നിങ്ങൾ നിരന്തരമായി ഈ നാടിനെ അവഹേളിച്ചു. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായവരെ കുറിച്ച് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെള്ളപൂശാൻ കൈരളി ചാനലിനോടൊപ്പം കൊട്ടേഷൻ എടുത്ത വേറെ ഒരു ചാനൽ ഇവിടെ ഉണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കൈരളിനപ്പുറം കൊട്ടേഷൻ എടുക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ വക്കാലത്ത് പറയുന്നവരായി ചില മാധ്യമ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവും. വസ്തുതാ വിരുദ്ധമായി, അല്ലെ, പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞു, 10ാം ക്ലാസ് പരീക്ഷയിൽ കോപ്പി അടിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ വക്കാലത്തെടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് കൂടി പാലക്കാട്ട് നീലട്രോളി വന്നപ്പോ ആ നീലട്രോളിയുടെ റൂട്ട് മാപ്പ് വരച്ച് പാലക്കാട്ട് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ അവഹേളിക്കാൻ ശ്രമിച്ച അതേ മാധ്യമ സംഘം, അതേ മാധ്യമ പ്രവർത്തകർ ഇവിടെയും ഐക്യജനാധിപത്യ മുന്നണിയെ അവഹേളിക്കാനുള്ള ശ്രമം നിരന്തരമായി നടത്തുന്നുണ്ട്. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയപ്പോ, ഹജ്ജിന് പോയതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും നിലമ്പൂരിൽ പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചു എന്ന് വാർത്ത കൊടുത്തു. സാധാരണ പാണക്കാട് തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങളൊന്നും ബൈ ഇലക്ഷനിൽ ഇത്രയധികം വേദികളിൽ പങ്കെടുക്കാറില്ല. അതിന് മുമ്പ് എത്ര ബൈ ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ അതുകൊണ്ടൊരു കാര്യം, ഹജ്ജിന് പോയി വന്നതിന് ശേഷം ഇസ്മായിൽക്കൊക്കെ എപ്പോൾ വിളിച്ചാലും ഈ നിലമ്പൂരിലേക്ക് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരിപാടി കൂടി വരുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഒരു ഉറച്ച ബോധ്യമുണ്ട്, ഒരു ഉറച്ച വാശിയുണ്ട്. നിലമ്പൂരിൽ ചരിത്രത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കണം. അത് നേടിയെടുക്കുന്നത് വരെ മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം UDF-ലെ മറ്റ് കക്ഷികളോടൊപ്പം കൈമയും മറന്ന് പ്രവർത്തിക്കും എന്ന് മാത്രമല്ല, 23-ാം തീയതി ഈ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയക്കൊടി പാറിക്കുമ്പോ അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നു. അഭിവാദ്യങ്ങൾ. ജയ് UDF.